നമസ്കാരം. ശിവപാർവതിമാരുടെ ഭൂമിയിലെ അന്തപുരം എന്ന വിശേഷണത്തിന് അർഹമായതും ആദിശേഷൻ ശിവഭഗവാനെ പൂജിച്ച് ശാപം മാറ്റിയ തിരുസ്ഥലമെന്ന് അവകാശപ്പെടുന്നതും സന്താനഭാഗ്യത്തിന് പ്രസിദ്ധിയുള്ളതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ചും മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു ശേഷപുരീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ മണക്കാൽ അയ്യമ്പേട്ടെ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ ശേഷപുരീശ്വരർ എന്ന നാമത്തിലും ശ്രീപാർവതി അന്തപുരനായകി എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. പുരാണങ്ങളിൽ ചതുർവേദി മംഗലം എന്നായിരുന്നു ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. ചതുർവേദങ്ങൾ പഠിച്ച വേദപണ്ഡിതന്മാർ നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നത്. തീവ്ര ശിവഭക്തരായ 63 നായന്മാരിൽ ഒരാളായ അപ്പർ സ്വാമികളുടെ പതികത്തിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുള്ളതിനാൽ ഇതൊരു വൈപ്പു സ്ഥലമായും അറിയപ്പെടുന്നു. ചോഴ രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ട പ്രശസ്തമായ 108 ശിവാലയങ്ങളിൽ ഇതും ഒന്ന്. പങ്കുനി മാസം 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെ വൈകുന്നേരം 6 മണിക്ക് സൂര്യഭഗവാന്റെ അസ്തമയ കിരണങ്ങൾ മൂലവർ ശിവലിംഗത്തിൽ പതിക്കുന്ന പുണ്യക്ഷേത്രവും കൂടെയാണിത്. നാട്ടുകോട്ട ചെട്ടിയാർമാരുടെ അധീനതയിലാണ് ഇപ്പോഴീ ക്ഷേത്രം. അഭിമുക്തീശ്വര ക്ഷേത്രവും വൈകുണ്ഠനാരായണ പെരുമാൾ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിനടുത്താണ്. ഒരുപാട് ദേവന്മാർക്ക് ശാപമോക്ഷം കിട്ടിയ തിരുപ്പാമ്പുരം ശേഷപുരീശ്വര ക്ഷേത്രത്തെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതാണ്. പാൽക്കടലിൽ പള്ളിയുറങ്ങുന്ന ശ്രീമൻ മഹാവിഷ്ണുവിനെ താങ്ങിക്കൊണ്ടിരിക്കുന്ന ആദിശേഷൻ തന്റെ ശാപം മാറാൻ ഭൂമിയിലെത്തി ഈ പ്രദേശത്തുള്ള സ്വയംഭൂ ശിവലിംഗത്തിന് വിശേഷ പൂജകൾ ചെയ്ത് കടും തപസ് അനുഷ്ഠിച്ചു. ശിവഭഗവാൻ സംപ്രീതനായി ആദിശേഷന്റെ ശാപം മാറ്റി. അന്നു മുതൽ ഭഗവാൻ ശേഷപുരീശ്വരർ എന്നറിയപ്പെട്ടു. ആദിശേഷൻ പൂജിച്ച കാരണത്താൽ രാഹുകേതു ദോഷ പരിഹാര സ്ഥലമായും സർപ്പദോഷ നിവൃത്തി സ്ഥലമായും ശേഷപുരീശ്വരർ കോവിൽ അറിയപ്പെടുന്നു. വേറൊരു ഐതിഹ്യപ്രകാരം ശിവഭഗവാനെ വേർപിരിഞ്ഞ് ഭൂമിയിലെത്തിയ പാർവതി ദേവി ശിവഭഗവാനോട് ചേരുവാനായി ഇവിടെ അടുത്തുള്ള പെരുവേളൂരിൽ കഠിന തപസ് അനുഷ്ഠിച്ചു. തപസ്സിൽ സംപ്രീതനായ ശിവഭഗവാൻ കരവീരം എന്ന സ്ഥലത്ത് വെച്ച് ദേവിയുടെ കരം പിടിച്ചു. ശിവപാർവതിമാരുടെ വിവാഹം ഇവിടെയുള്ള വേദപണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ നടന്നു. വിവാഹത്തിന് ശേഷം പിറ്റേന്ന് കൈലാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിവപാർവതിമാർ ഈ ക്ഷേത്രം അന്തപുരമാക്കി രാത്രി ഇവിടെ തങ്ങി. അതിനാൽ അംബികയ്ക്ക് അന്തപുരനായകി എന്ന നാമം ലഭിച്ചു. അപ്പർ സ്വാമികളുടെ പതികത്തിലും ഭഗവാൻ ഒരു രാത്രി താമസിച്ച സ്ഥലമെന്നാണ് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള പരാമർശം. വിവാഹ തടസ്സം നേരിടുന്നവർ ഇവിടെ വന്ന് ഭഗവാനെയും ദേവിയെയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയാൽ വിവാഹ തടസ്സം മാറുമെന്നാണ് വിശ്വാസം. ദേവലോക പശു കാമധേനു ഇവിടെയുള്ള തീർത്ഥത്തിൽ നീരാടി ശേഷപുരീശ്വരരെയും അന്തപുരനായികി അമ്മനെയും പ്രാർത്ഥിച്ചു പോയതിനു ശേഷമാണ് കാമധേനുവിന് 4 മക്കളിൽ മൂത്തവളായ പട്ടി എന്ന പശുക്കുട്ടി പിറന്നത് എന്നാണ് ഐതിഹ്യം. സന്താനഭാഗ്യമില്ലാത്തവർ കോവിൽ തീർത്ഥത്തിൽ നീരാടി ഭഗവാനെയും ദേവിയെയും പ്രാർത്ഥിച്ചാൽ ശീഘ്രം സന്താനഭാഗ്യം എന്നതാണ് ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ വിശ്വാസം. പുരാണങ്ങളിൽ പട്ടീശ്വരം എന്നൊരു നാമവും ഈ പ്രദേശത്തിനുണ്ട്. എന്ന വാക്ക് ഋഗ്വേദത്തിൽ നിന്നും പട്ടീശ്വരം എന്ന വാക്ക് കാമധേനുവിൽ നിന്നും പട്ടിപുരാണത്തിൽ നിന്നുമാണെന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഈ കോവിലിൽ പ്രാർത്ഥിക്കാനെത്തിയ ഒരു സ്ത്രീ അറിയാതെ തന്റെ ഇളയ കുഞ്ഞിനെ ഈ കോവിലിൽ വിട്ടിട്ട് പോയി. അതറിയാതെ കോവിൽ അധികാരികൾ കോവിൽ പൂട്ടിപ്പോയി. പിന്നീട് കുറെ ദിവസം കോവിൽ പൂട്ടിക്കിടുന്നതിനാൽ തന്റെ കുഞ്ഞിന് എന്തു പറ്റിയെന്നറിയാതെ ആ മാതാവ് ആകുലപ്പെട്ട് ദേവിയെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നീട് കോവിൽ തുറന്ന ദിവസം അവർ തന്റെ കുഞ്ഞിനെ തിരക്കി ഇവിടെ എത്തി. കോവിലിനുള്ളിൽ കുഞ്ഞ് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടപ്പോൾ കോവിലിനുള്ളിൽ ഒരമ്മ തനിക്ക് പാൽ തന്നുവെന്ന് ആ കുഞ്ഞു പറഞ്ഞു. അമ്പാളല്ലാതെ അത് വേറാരുമല്ല എന്ന് ജനങ്ങൾക്കും ആ മാതാവിനും മനസ്സിലാക്കാൻ അധിക നേരം വേണ്ടി വന്നില്ല. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന അതിപുരാതനമായ പടിഞ്ഞാറ് ദർശനമായ ശേഷപുരീശ്വരർ തിരുക്കോവിൽ 12-ാം നൂറ്റാണ്ടിൽ പിൽക്കാല ചോഴന്മാർ പുനർനിർമ്മാണം ചെയ്തിരിക്കാമെന്നാണ് അനുമാനം. രാജഗോപുരവും കൊടിമരവുമില്ലാത്ത ഈ ക്ഷേത്രത്തിന്റെ പ്രധാന വാതിൽ കടന്നാൽ ബലിപീഠവും നന്ദിഭഗവാനെയും കാണാം. ക്ഷേത്രത്തിലെ പ്രധാന കരുവറയിൽ ശ്രീപരമേശ്വരൻ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി ശേഷപുരീശ്വരർ എന്ന നാമത്തിൽ പടിഞ്ഞാറ് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ശിവലിംഗത്തിൽ സർപ്പം ഇഴഞ്ഞതിന്റെ പാടുകളുണ്ട്. ദേവി അന്തപുരനായികയും തനി സന്നിധിയിൽ സുസ്മേരവദനിയായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഈ ക്ഷേത്രത്തിൽ കിഴക്കിലും പടിഞ്ഞാറുമായി 2 വിനായകർ പ്രതിഷ്ഠകളുണ്ട്. ഇവിടെയുള്ള ദക്ഷിണാമൂർത്തി തികച്ചും വ്യത്യാസമായി അർദ്ധനാരീശ്വര രൂപത്തിലാണ്. അടുത്തു തന്നെ സനകാദി മുനിമാർ. വേറൊരു പ്രത്യേകത, ശേഷപുരീശ്വരർക്ക് മുന്നിലുള്ള നന്ദി ഭഗവാൻ തല ചരിച്ച് ദക്ഷിണാമൂർത്തിയെ നോക്കുന്നത് പോലെയാണ് നിലകൊള്ളുന്നത്. ദക്ഷിണാമൂർത്തി സന്നിധിക്ക് അടുത്തു തന്നെ ലക്ഷ്മിയും സരസ്വതിയും. ദക്ഷിണാമൂർത്തി സരസ്വതിക്ക് ജ്ഞാനത്തെയും ലക്ഷ്മിക്ക് അറിവും പകർന്നു കൊടുത്തതായാണ് ഐതിഹ്യം. സരസ്വതി ദേവി വീണയില്ലാതെ കാണപ്പെടുന്നതിന്റെ രഹസ്യവും ഇതുതന്നെയാണെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള 5 അടി ഉയരമുള്ള ഭൈരവമൂർത്തിക്ക് കൃഷ്ണപക്ഷ അഷ്ടമിക്ക് തൈർസാദവും വടയും നിവേദിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിലുള്ള ഭയം നീങ്ങും, കേസ് വഴക്ക് എന്നിവയിൽ വിജയം കിട്ടും എന്നും വിശ്വാസമുണ്ട്. ഇവരെ കൂടാതെ ചണ്ഡികേശ്വരർ, ദുർഗ, വള്ളിദേവയാനി സമേത ശ്രീമുരുകൻ എന്നിങ്ങനെ
കുറച്ച് ഉപപ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം ശിവതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള ഒരു കാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. അമാവാസി, പ്രദോഷം, പൗർണമി, ശിവരാത്രി, തമിഴ് പുതുവർഷ ദിനം, വൈകാശി വിശാഖം, ഐപ്പശി അന്നാഭിഷേകം, കാർത്തിക ദീപം എന്നീ ദിവസങ്ങൾ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടത്. പൂജാ സമയം രാവിലെ 8 മണി മുതൽ 10 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവാരൂരിൽ നിന്ന് 10 കിലോമീറ്റർ, മണക്കാൽ അയ്യമ്പേട്ടയിൽ നിന്ന് 1 കിലോമീറ്റർ, ശ്രീവാഞ്ചിയത്തിൽ നിന്ന് 6 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അയ്യമ്പേട്ടെ കുളിക്കരെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.